ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളെല്ലാവരും തന്നെ ജീവിതത്തിൽ ഒട്ടനവധി പ്രശ്നങ്ങൾ നേരിടുന്ന വ്യക്തികളാണ്. ഓരോ വ്യക്തിയുടെയും പ്രശ്നം വ്യത്യസ്തമായിട്ടായിരിക്കും. പക്ഷേ അടിസ്ഥാനമായിട്ട് നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ മോറോർ സെയിം ആയിരിക്കും. ചിലർക്കെല്ലാം ഒട്ടുമിക്ക ആൾക്കാർക്കും ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടാകാം, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകാം, പിന്നെ കരിയർ ബേസ്ഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകാം, ഫാമിലി ഇഷ്യൂസ് ഉണ്ടാകാം, പിന്നെന്താണ് അങ്ങനെ വ്യത്യസ്തമായിട്ട് എന്ന് നമുക്ക് തോന്നുന്ന പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ആൾക്കാരാണ് നമ്മളെ ഒട്ടുമിക്ക ജനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാനായാലും നിങ്ങളായാലും എല്ലാവരും പ്രശ്നങ്ങളെ കൂടെ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും എല്ലാ മനുഷ്യരെയും ഒരുപോലെ അലട്ടുന്ന പ്രശ്നമാണ് മാനസികമായിട്ടുള്ള വിഷയങ്ങൾ, പറഞ്ഞാൽ മെൻ്റൽ ഇഷ്യൂസ്. കാരണം എല്ലാത്തിൻ്റെയും അടിസ്ഥാനം മെൻ്റൽ ഇഷ്യൂസ് തന്നെയാണ്. കാരണം എന്ത് തന്നെ പ്രശ്നം ഉണ്ടായാലും ശരി, നമ്മുടെ മൈൻഡിനെയാണ് ശരിക്കും പറഞ്ഞത് ബാധിക്കുന്നത്, അല്ലേ? ഇപ്പോൾ ഫൈനാൻസ് ആയാലും ശരി നമ്മുടെ മൈൻഡിനെ ബാധിക്കും, ഹെൽത്ത് ഇഷ്യൂ ആയാലും ശരി നമ്മുടെ മൈൻഡിനെ ബാധിക്കും, കരിയർ ബേസ്ഡ് ആണെങ്കിലും ശരി, പ്രൊഫഷൻ ബേസ്ഡ് ആണെങ്കിലും ശരി, ഫാമിലി ബേസ്ഡ് ഇഷ്യൂസ് ആയാലും ശരി, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബേസ്ഡ് ആയാലും ശരി, എല്ലാം തന്നെ നമ്മളുടെ മനസ്സിൻ്റെ വ്യാപാര മേഖലയെ ബാധിക്കുന്ന വിഷയമാണ് എല്ലാം തന്നെ. അപ്പം മനുഷ്യൻ്റെ എല്ലാവരുടെയും അടിസ്ഥാന പ്രശ്നങ്ങളെല്ലാം മെൻ്റൽ ഇഷ്യൂസാണ്, അല്ലെങ്കിൽ മെൻ്റൽ പ്രോബ്ലംസാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നമുക്ക് ഒട്ടുമിക്ക മനുഷ്യരുടെയും പ്രശ്നം, ഞാൻ ഉൾപ്പെടെ ഉള്ള നമ്മൾ പൊതുവെ സാധാരണക്കാരെന്ന് പറയുന്ന എല്ലാ മനുഷ്യരുടെയും, പിന്നെ ഒരു കാര്യം നമുക്ക് അണ്ടർലൈൻ ചെയ്ത് പറയാൻ പറ്റും, എല്ലാവരും സാധാരണ മനുഷ്യർ തന്നെയാണ്. പിന്നെ മനുഷ്യർ തമ്മിൽ ചില ബാഹ്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കി ആ വ്യത്യാസങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരും സാധാരണ മനുഷ്യർ തന്നെയാണ്. അപ്പം സാധാരണ മനുഷ്യരെ ബാധിക്കുന്ന അല്ലെങ്കിൽ അഫക്റ്റ് ചെയ്യുന്ന വലിയൊരു പ്രശ്നമാണ് അവർക്ക് ജീവിതത്തിൽ സ്ട്രോങ് ആയിട്ടുള്ള നോ പറയാൻ അവർക്ക് സാധിക്കത്തില്ല. സ്ട്രോങ് ആയിട്ടുള്ള നോ നമ്മൾ പറയേണ്ടത് എവിടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ചില അവസ്ഥകളോട് ചില വ്യക്തികളോട് ഒക്കെ തന്നെ നമുക്ക് നോ പറയാൻ സാധിക്കത്തില്ല. അല്ലെങ്കിൽ നമുക്ക് യെസ് എവിടെയാണ് പറയേണ്ടത്, നോ എവിടെയാണ് പറയേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് കൃത്യമായ ഒരു അവയർനെസ് ഇല്ല പൊതുവെയുള്ള സാധാരണ മനുഷ്യർക്ക് തന്നെ. അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരുടെയും ജീവിതത്തിലെ പ്രശ്നങ്ങൾ അവരുടെ ചോയ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് ജീവിതത്തിൽ. എന്നുവെച്ചാൽ നമ്മൾ എന്ത് ചൂസ് ചെയ്യുന്നതാണ് നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ? നമ്മൾ എന്ത്, എങ്ങനെ, എപ്പോൾ, എവിടെ വെച്ച് ചൂസ് ചെയ്താലും ശരി, അത് നമ്മുടെ ലൈഫാണ്. അപ്പോൾ ലൈഫിലെ ആക്ഷനും റിയാക്ഷനും അല്ലെങ്കിൽ നമ്മളൊരു പ്രത്യേക പാത പിന്തുടരുന്നുകൊണ്ട് അത് നമ്മുടെ ചോയ്സാണ്. അപ്പോൾ അതിൽ നിന്നുള്ള റിസൾട്ട് നമ്മുടെ ചോയ്സിൽ നിന്നുണ്ടാകുന്നതായിരിക്കും. അപ്പം നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ചോയ്സ് ബേസ്ഡ് ആണ്, സീരീസ് ഓഫ് ചോയ്സസ് ആണ്, അല്ല സെലക്ഷൻസ് ആണ്. നമ്മൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ എന്നൊക്കെ നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് എടുക്കുന്നതോ അല്ലെങ്കിൽ മറ്റുള്ളവരാൽ നിർബന്ധിതമായിട്ട് മറ്റുള്ളവരുടെ പ്രഷേഴ്സിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രലോഭനത്തിലൊക്കെ തന്നെ നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ എല്ലാം തന്നെ നമ്മളുടെ ചോയ്സാണ്. അപ്പോൾ ലൈഫിൽ നമുക്ക് ചോയ്സുകൾ മാത്രമേ ഉള്ളൂ, ചോയ്സുകളിൽ കൂടെയാണ് നമുക്ക് മുമ്പോട്ട് പോകേണ്ടത്. അപ്പോൾ ആ ചോയ്സാണ് നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റിയെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ശരിക്കുള്ള നിലവാരം എന്നൊക്കെ നമ്മൾ പറയുന്നത്. ക്വാണ്ടിറ്റിയെക്കുറിച്ചാണ് മനുഷ്യരെപ്പോഴും കൺസേൺഡ് ആകാറുള്ളത്, അല്ലേ? ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങളുടെ ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അതെല്ലാവർക്കും അത് മനസ്സിലാവുന്നൊരു കാര്യമാണ്. പക്ഷേ ക്വാളിറ്റിയെക്കുറിച്ച് ബോധ്യമുള്ള അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന, അതിനെക്കുറിച്ച് ആശങ്കപ്പെടുന്ന ആൾക്കാർ വളരെ കുറവാണ്. അതുകൊണ്ട് മനുഷ്യരുടെ പൊതുവെയുള്ള ജീവിതത്തിൽ ക്വാളിറ്റിയുടെ വലിയൊരു അഭാവം നമുക്ക് കാണാൻ സാധിക്കും. ആ ക്വാളിറ്റിയുടെ അഭാവം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ചോയ്സിൻ്റെ ക്വാളിറ്റി വളരെ മോശമായതുകൊണ്ടാണ് നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റി മോശമാകുന്നത്. അപ്പോൾ നമ്മുടെ ചോയ്സിൻ്റെ ക്വാളിറ്റി നമുക്ക് ബെറ്റർ ആക്കിയാൽ മാത്രമേ നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റി നമുക്ക് ബെറ്റർ ആക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ചോയ്സാണ് യെസ്സും നോയും എല്ലാം തന്നെയാണ്. നമ്മൾ യെസ് പറയുന്നതും നോ പറയുന്നതും എല്ലാം തന്നെ നമ്മുടെ ചോയ്സാണ്. വി ചൂസ് വെൻ വി സേ യെസ് ഓർ വെൻ വി സേ നോ. നമ്മൾ യെസ് പറയുമ്പോഴോ നോ പറയുമ്പോഴോ ഒക്കെ തന്നെ, നോ പറയാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വളരെ എന്താണ് പറയുന്നത്, ഓപ്പണായിട്ട് നമ്മൾ പറയുന്നതല്ല, നിശബ്ദമായിട്ട് നമ്മൾ യെസ്സും നോയും ഒക്കെ പറയാറുണ്ടല്ലോ പല സന്ദർഭങ്ങളിലും, പല സാഹചര്യങ്ങളിലും, പല അവസ്ഥകളിലും, പല വ്യക്തികളോട് തന്നെ നമ്മൾ നിശബ്ദമായിട്ടും ഓപ്പണായിട്ടും സൈലൻ്റായിട്ടും ഒക്കെ നമ്മൾ നോയും യെസ്സും ഒക്കെ പറയാറുണ്ട്. കാരണം ഇതിൻ്റെ എല്ലാം കൂടെ വലിയൊരു ക്യാൻവാസാണ് നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
അപ്പോൾ ഇതിൻ്റെയൊക്കെ ആകത്തുകയാണ് നമ്മളുടെ ലൈഫിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. ക്വാണ്ടിറ്റി ഇസ് ഓക്കെ, ദാറ്റ് ഈസ് വൺ പാർട്ട് ഓഫ് ദ ഗെയിം. അത് ലൈഫ് എന്ന് പറയുന്ന ഗെയിമിൻ്റെ ഒരു ഭാഗമാണ്, അത് നമുക്ക് അത്യാവശ്യമാണ്. പക്ഷേ ക്വാണ്ടിറ്റിയിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ, ക്വാണ്ടിറ്റിയിൽ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വി ലാക്ക് ദ ക്വാളിറ്റി ഇൻ ലൈഫ്. ലൈഫിലെ ക്വാളിറ്റി നമുക്ക് നഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒട്ടുമിക്ക മനുഷ്യരും ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രശ്നം, ദേ ഡോണ്ട് നോ ഹൗ ടു സേ നോ, എ സ്ട്രോങ് നോ ടു കണ്ടീഷൻസ്, സെറൻ പീപ്പിൾ, സെറൻ എൻവയൺമെൻറ്റ്സ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അത് അവരുടെ ജീവിതത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട്, പ്രത്യക്ഷമായും പരോക്ഷമായും. ഇപ്പം നമുക്കിപ്പം ചില ഇൻവിറ്റേഷനോടെ റിക്വസ്റ്റ്, ചില ഓബ്ലിഗേഷൻസ് ഇല്ലേ, ഇതിനോടൊന്നും നമുക്ക് ചിലപ്പം നോ പറയാൻ സാധിക്കത്തില്ല. ഇതിനോടെല്ലാം നമ്മൾ നിശബ്ദമായിട്ട് യെസ് പറഞ്ഞ് അതിനോട് അക്കോമഡേറ്റ് ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് നമ്മുടെ ടൈമും എനർജിയും. കാരണം നമ്മൾ ടൈം എനർജിയും രണ്ടും ഒരുപോലെ തന്നെ ബന്ധപ്പെട്ടാണ്. നമ്മൾ എവിടെ ടൈം സ്പെൻഡ് ചെയ്യുന്നു അവിടെ നമ്മുടെ എനർജി സ്പെൻഡ് ആകും, എവിടെ നമ്മൾ എനർജി സ്പെൻഡ് ചെയ്യുന്നു അവിടെ ടൈമും സ്പെൻഡ് ആകും. സ്പെൻഡ് ആയാൽ നമ്മളൊക്കെ ചിലവഴിക്കേണ്ടി വരും. കാരണം ഒന്ന് മാത്രമായിട്ട് നമുക്ക് ചിലവഴിക്കാൻ സാധിക്കത്തില്ല, ഇല്ലേ? നമുക്കിപ്പോൾ ഒരിടത്ത് നമ്മൾ ഏത് പ്രവൃത്തി നമ്മൾ ചെയ്തു കഴിഞ്ഞാലും, ഇപ്പോൾ നമ്മൾ നിശബ്ദമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ തന്നെയും വി ആർ സ്പെൻഡിങ് ടൈം ആൻഡ് വി ആർ സ്പെൻഡിങ് എനർജി. വെൻ വി ആർ ഡൂയിങ് സംതിങ്, നമ്മൾ എന്തെങ്കിലും പ്രത്യക്ഷമായി ചെയ്യുകയാണെങ്കിൽ തന്നെയും വി ആർ സ്പെൻഡിങ് ടൈം, വി ആർ സ്പെൻഡിങ് അവർ എനർജി. When we are talking to some people, we are spending our time, we are spending our energy. And when we are walking, when we are running, when we are doing, ഇല്ലേ, ഇങ്ങനെയൊക്കെയുള്ള ഓരോ പ്രവൃത്തികൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ടൈമും എനർജിയും സ്പെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധമില്ലാത്ത തിങ്സ് ദാറ്റ് ഡോണ്ട് മാറ്റർ ടു അസ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നുവെച്ചാൽ നമ്മളുടെ ഒരു ഡെയിലി ലൈഫിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന കണ്ടീഷൻസ്, വ്യക്തികൾ, ഇവരൊക്കെ തന്നെ അപ്പം അങ്ങനെയുള്ള ഒത്തിരി അവസ്ഥകൾ, വ്യക്തികളിൽ കൂടെ നമ്മൾ ഒരു ദിവസം അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ടൈമിൽ നമ്മൾ പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ എല്ലാം പ്രധാനപ്പെട്ടതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അല്ല. ഹൂ ഓവർ ദാറ്റ് പേഴ്സൺ മേ ബി, ഇല്ലേ, ആ വ്യക്തി ആര് തന്നെ ആയാലും ശരി, നമ്മളുടെ ജീവിതമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ക്വാളിറ്റേറ്റീവായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധ്യതയില്ലാത്ത വ്യക്തികളായിരിക്കും, അവസ്ഥകളായിരിക്കും നമ്മൾ ഫേസ് ചെയ്യുന്നതും നമ്മൾ ചെന്ന് എൻഗേജ് ചെയ്യുന്നതും നമ്മൾ ഇടപെടുന്നതും. അപ്പം വാട്ട് ഈസ് ഹാപ്പനിങ്, എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബിക്കോസ് വി ലാക്ക് ദ സ്കിൽ അല്ലെങ്കിൽ വി ലാക്ക് ദ കറേജ്. നമുക്കൊന്നെങ്കിൽ സ്കിൽ, അതിൻ്റെ കഴിവില്ല, അല്ലെങ്കിൽ നമുക്കതിൻ്റെ കറേജ് ഇല്ല, ശക്തിയില്ല, ധൈര്യമില്ല, ഇന്നർ കറേജ് എന്നൊക്കെ പറയും, മെൻ്റൽ കറേജ്. ചില വ്യക്തികളോടോ ചില അവസ്ഥകളോടോ നമുക്ക് നോ പറയാൻ വേണ്ടി. ഇപ്പം നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് വി ഗെറ്റ് ലോട്ട് ഓഫ് ഇൻവിറ്റേഷൻസ്, ഇല്ലേ, എക്സ്പ്ലിസിറ്റായിട്ടും ഇംപ്ലിസിറ്റായിട്ടും, പരസ്യമായിട്ടും അല്ല പറഞ്ഞാൽ നിശബ്ദമായിട്ടും സൈലൻ്റായിട്ടും ഓപ്പണായിട്ടും നമുക്ക് ഇൻവിറ്റേഷൻസ് കിട്ടും. എല്ലാ ഇൻവിറ്റേഷൻസിനോടും നമുക്ക് യെസ് പറയുന്ന ഒരു പ്രകൃതമാണെങ്കിൽ നമ്മളുടെ ക്രിയേറ്റീവായിട്ടുള്ള ലൈഫിന് വേണ്ടി, നമുക്ക് പ്രൊഡക്റ്റീവായിട്ടുള്ള ലൈഫിന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട നമ്മുടെ ടൈമും എനർജി നമ്മൾ ഈ പാഴാക്കി കളയാണ്. പിന്നെ ചില റിക്വസ്റ്റുകളുണ്ടാകാം, ചില ഓബ്ലിഗേഷൻസ്, ചില ബാധ്യതകളൊക്കെ നമ്മൾ അനാവശ്യമായി നമുക്ക് ഈ നോ പറയാൻ സാധിക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ നോ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും, നമുക്ക് അവരുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ അവർ നമ്മളോട് സംസാരിക്കത്തില്ലയോ, ഇങ്ങനെയൊക്കെയുള്ള ഇന്നർ ഫിയർ നമ്മളെ എപ്പോഴും ഹണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ കൺസ്ട്രക്റ്റീവായിട്ട്, ക്രിയാത്മകമായിട്ട് ഒന്നും തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നൊരു കാര്യമല്ല. പക്ഷേ നമ്മൾ വി ആർ കൺസേൺ, വി ആർ വറീഡ്. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥകളോടും വ്യക്തികളോടും നമുക്ക് നോ പറയാൻ സാധിക്കാത്തത് കൊണ്ട് നമുക്ക് നഷ്ടപ്പെടുന്നത് ഒരു ബ്യൂട്ടിഫുൾ ലൈഫായിരിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ ഭൗതിക സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തില്ല പറയുന്നത്, നമ്മുടെ മെൻ്റൽ അല്ലെങ്കിൽ നമ്മളുടെ ഒരു എന്താണ് പറയുന്നത്, മാനസികമായിട്ടുള്ള തലത്തിൽ, ക്വാളിറ്റേറ്റീവ് തലത്തിൽ, ഗുണമേന്മ അല്ലെങ്കിൽ മെച്ചം എന്ന് പറയുന്ന ഒരു തലത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടും. കാരണം നമ്മൾ ഒത്തിരി സമയവും ഊർജ്ജവും അനാവശ്യമായിട്ടുള്ള ഈ മീഡിയോക്കർ എന്നൊക്കെ പറയും, വളരെ തുച്ഛമായിട്ടുള്ള യാതൊരു വാല്യൂ അല്ലെങ്കിൽ വർത്ത് നമുക്ക് ഓഫർ ചെയ്യാത്ത, നൽകാത്ത അല്ലെങ്കിൽ ലഭിക്കാത്ത സന്ദർഭങ്ങൾക്ക് വേണ്ടിയും സാഹചര്യങ്ങൾക്ക് വേണ്ടിയും വ്യക്തികൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ നമ്മുടെ സമയവും ഊർജ്ജവും പാഴാക്കുന്നത് ബിക്കോസ് വി ഡോണ്ട് നോ ഹൗ ടു സേ എ സ്ട്രോങ് നോ. നമുക്കതിനെതിരെ ഒരു പ്രതിരോധം സൃഷ്ടിക്കുവാൻ നമുക്കുള്ള ഇന്നർ കറേജ് നമുക്കില്ലാത്തതുകൊണ്ടാണ്.
ഇന്നർ കറേജ് ഇല്ലെന്ന് മാത്രമല്ല, നമുക്ക് അതിനുള്ള സ്കില്ലില്ല. സോ സേയിങ് നോ, എ സ്ട്രോങ് നോ ടു സച്ച് പീപ്പിൾ, സച്ച് കണ്ടീഷൻസ്, അല്ലെങ്കിൽ സച്ച് എൻവയൺമെൻറ്റ്സ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അത് ഇറ്റ്സ് എ സ്കിൽ. ആ സ്കില്ല് നമുക്കില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഏത് സ്കില്ലും നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ സ്കില്ലും, ദ സ്കിൽ ടു സേ എ സ്ട്രോങ് നോ ടു സച്ച് ആൻഡ് സച്ച് പീപ്പിൾ, കണ്ടീഷൻ, അതൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പം നമ്മൾ നമ്മളെ തന്നെ സ്വയം ഒന്ന് ഒരു സോൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ആത്മനിരീക്ഷണം, ആത്മപരീക്ഷണം നടത്തി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ സമയവും ഊർജ്ജവും ഒക്കെ നമ്മൾ എങ്ങനെയാണ് വേസ്റ്റാക്കി കളയുന്നത് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്തിൽ എവിടെ നിന്നൊക്കെ നമുക്കൊരു ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഇൻവിറ്റേഷൻ കിട്ടുന്നു. ആ ഇൻവിറ്റേഷൻ നമ്മൾ പോയാലും ഒന്നും സംഭവിക്കത്തില്ല, പോയില്ലെങ്കിലും ഒന്നും സംഭവിക്കത്തില്ല. അങ്ങനെ ഒത്തിരി ഇൻവിറ്റേഷൻസ് പരസ്യമായിട്ടും രഹസ്യമായിട്ടും ഒക്കെ നമുക്ക് ഒത്തിരി ഇൻവിറ്റേഷൻസ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് പല റിക്വസ്റ്റുകൾ ഏതെങ്കിലുമൊക്കെ തരത്തിൽ, കാരണം നമ്മളതൊന്നും ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ലായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഫോക്കസ് അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ലായിരിക്കും, അല്ലെങ്കിൽ നമ്മളെ സ്വയം നമ്മൾ അതിനകത്തിൽ കൊണ്ട് നമ്മളെ എൻഗേജ് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരിക്കും. പക്ഷേ നമ്മളത് ചെയ്യുന്നു ബിക്കോസ് വി ഡോണ്ട് നോ ഹൗ ടു സേ നോ. കാരണം നമ്മൾ നമ്മുടെ ലൈഫിനെ റെസ്പെക്റ്റ് ചെയ്യാൻ നമുക്ക് പഠിച്ചിട്ടില്ല. നമുക്ക് ആ സെൽഫ് റെസ്പെക്റ്റ് എന്നുള്ളൊരു വാല്യൂ അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ നഷ്ടപ്പെടുന്നത് കൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള ഈ വളരെ തുച്ഛമായിട്ടുള്ള, മീഡിയോക്കറായിട്ടുള്ള, അല്ലെങ്കിൽ ലോ വാല്യൂ, ലോ വർത്ത് എന്നൊക്കെ പറയുന്ന ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ഫോക്കസും അറ്റൻഷനും ഒക്കെ പോകുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ നല്ലൊരു ശതമാനം സമയവും ഊർജവും ഈ ഡീകൺസ്ട്രക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവായിട്ടുള്ള ആ ഒരു പാതയിലേക്കാണ് നമ്മളതിനെ ചാനലൈസ് ചെയ്യുന്നത്. അവിടെ നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു ബ്യൂട്ടിഫുൾ ക്വാളിറ്റേറ്റീവ് ലൈഫായിരിക്കും. അവിടെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ലൈഫിൽ സ്ട്രിക്റ്റായിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ നമുക്കുണ്ടാകണം. ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വ്യക്തികളോടൊന്നല്ല ഞാൻ പറയുന്നത്, മാനുഷിക വശമല്ല, മാനുഷിക വശം നമുക്ക് നഷ്ടപ്പെടണമെന്നല്ല ഞാൻ പറയുന്നത്. ഒരു ആവറേജ് അല്ലെങ്കിൽ ലെസ് ദൻ ആവറേജ് എന്നൊക്കെ പറയുന്ന ആ ഒരു അവസ്ഥയിലേക്കുള്ള നമ്മുടെ ഈ ഫോക്കസ്, കോൺസെൻട്രേഷൻ, ഇതൊക്കെ നമ്മൾ നിർത്തിയിട്ട് നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റി അല്പം കൂടെ വർദ്ധിപ്പിക്കുവാൻ നമ്മൾ ശ്രമിക്കണം. ആ ശ്രമം നമുക്ക് എപ്പോഴാണ്, അല്ലെങ്കിൽ നമുക്ക് യാത്ര, ഒരു ജേർണി എപ്പോഴാണ് സാധിക്കുന്നത് വെച്ചാൽ നമുക്ക് സ്ട്രിക്റ്റായിട്ട് അൺകോംപ്രമൈസിങ് ആയിട്ട് നമുക്ക് യെസ്സും നോയും പറയേണ്ടത് നമ്മൾ പറയാനത് എല്ലായിടത്തും നമുക്ക് യെസ് പറയാൻ സാധിക്കത്തില്ല ലൈഫിൽ. അങ്ങനെ എല്ലായിടത്തും യെസ് പറഞ്ഞ് നമ്മൾ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വളരെ വലിയ നഷ്ടങ്ങളായിരിക്കും ജീവിതത്തിൽ ഉണ്ടാകുന്നത്. നമ്മുടെ ടൈമും എനർജി എന്ന് പറഞ്ഞാൽ, കാരണം ടൈമും എനർജി നമുക്ക് അങ്ങനെ പാഴാക്കാനുള്ളതല്ല. നമ്മുടെ ലൈഫിനെ വളരെ കൺസ്ട്രക്റ്റീവായിട്ട് നമുക്ക് ബിൽഡപ്പ് ചെയ്യാനും സ്ട്രക്ചർ ചെയ്യാനും വേണ്ടി മാത്രമാണ് കാരണം നമ്മുടെ ടൈം നമ്മുടെയാണ്, നമ്മുടെ എനർജി നമ്മുടെയാണ്. നമ്മുടെ എനർജി പാഴായി കഴിഞ്ഞാൽ, നമ്മുടെ ടൈം വേസ്റ്റ് ആയി കഴിഞ്ഞാൽ അത് മറ്റാർക്കും അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ ഒരിക്കലും സാധിക്കത്തില്ല ലോകത്തെന്ന് പറഞ്ഞാൽ. കാരണം നമ്മുടെ കയ്യിലുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള, നമ്മളൊരു വ്യക്തി നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൈവശമുള്ള അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള കമോഡിറ്റി എന്നോ റിസോഴ്സ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം നമ്മൾ പാഴാക്കിയ അല്ലെങ്കിൽ നമ്മളെ വിട്ടുപോയിട്ടുള്ള സമയങ്ങൾ ഒരിക്കലും നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കത്തില്ല. അതുപോലെ നമ്മളിൽ നിന്ന് സ്പെൻഡ് ഔട്ട് ആയിട്ടുള്ള എനർജിയെ നമുക്കൊരിക്കലും റിട്രീവ് ചെയ്യാൻ നമുക്ക് സാധിക്കത്തില്ല. അപ്പോൾ അത് നമ്മൾ ഈ ഉപകാരപ്രദമല്ലാത്ത പ്രയോജനരഹിതമായിട്ടുള്ള മേഖലകളിലേക്കും അതുപോലുള്ള വ്യക്തികളുടെ ജീവിതത്തിലേക്കും നമ്മളത് വഴിതിരിച്ചു വിടുകയാണെങ്കിൽ അത് നമ്മളോട് ചെയ്യുന്ന വലിയൊരു ക്രൈമാണ്, മോറൽ ക്രൈമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യാവസാനം നമ്മൾ അക്വയർ ചെയ്യേണ്ട ഒരു സ്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു സേ എ സ്ട്രോങ് നോ. അതിപ്പം ഓപ്പണായിട്ട് നമ്മൾ പലരോടും പറയണം നിർബന്ധമൊന്നുമില്ല. നമ്മളുടെ ബിഹേവിയർ കൊണ്ടോ അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയുന്നത് പെരുമാറ്റം കൊണ്ടോ ബിഹേവിയറൊക്കെ ഒന്ന് തന്നെയാണല്ലോ. നമ്മുടെ പെരുമാറ്റം കൊണ്ടോ നമ്മുടെ അപ്രോച്ച് കൊണ്ടോ ആറ്റിറ്റ്യൂഡ് കൊണ്ടോ അല്ലെങ്കിൽ ഈവൻ നമ്മുടെ സൈലൻസ് കൊണ്ടോ ഒക്കെ നമുക്കത് എക്സ്പ്രസ് ചെയ്യുകയും നമുക്കതിനെ പ്രാക്ടിക്കലാക്കാൻ തീർച്ചയായിട്ടും സാധിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ നമ്മളെ പരിശീലിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കത് കൂടുതൽ സമയം നമ്മുടെ ജീവിതത്തിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടി നമുക്ക് കൺസ്ട്രക്റ്റീവായിട്ട് നമുക്കും നമ്മുടെ ഫാമിലി എന്ന് പറയുന്ന ഇമ്മീഡിയറ്റ് എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ ജെന്യുവനായിട്ടുള്ള റിക്വയർമെൻറ്റ്സിനെ നമ്മൾ ഇഗ്നോർ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. കാരണം അല്ലാതെ നമ്മളുടെ സമയത്തെയും ഊർജത്തെയും കാർന്നു തിന്നാനായിട്ട് ഒത്തിരി അവസരങ്ങളും വ്യക്തികളും കാത്തിരിപ്പുണ്ട്, ക്യാൻസറസ് ആയിട്ടുള്ള. അവരോട് നമുക്ക് ഈ സ്ട്രോങ് നോ പറയാനുള്ള ഒരു മെൻ്റൽ കറേജ് അല്ലെങ്കിൽ മെൻ്റൽ ആറ്റിറ്റ്യൂഡ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നമ്മുടെ ലൈഫിനെ ഈ പറഞ്ഞ ഒരു ക്വാളിറ്റേറ്റീവ് തലത്തിലേക്ക് ഉയർത്തുന്നതിന് വളരെ
സഹായകരമായിരിക്കും, ഹെൽപ്ഫുള്ളായിരിക്കും, പ്രയോജനകരമായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് തീർച്ചയായിട്ടും ജീവിതത്തിൽ സക്സസ്ഫുള്ളായി മാറുക. സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മോണിറ്ററി സക്സസ് മാത്രമല്ല, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമ്മുടെ ലൈഫിനെ ഒരു ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള തലത്തിലേക്ക് ഉയർത്തുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ജേർണിയാണ് ലൈഫിൽ നമ്മൾ. അപ്പോൾ അത് നമ്മൾ നേടിയെടുക്കുവാൻ ഈ സ്ട്രോങ് നോ പറയേണ്ടിടത്ത് സ്ട്രോങ് നോ പറഞ്ഞേ പറ്റത്തുള്ളൂ. എല്ലായിടത്തും നമുക്ക് യെസ് പറഞ്ഞ് മറ്റുള്ളവരെ പ്ലീസ് ചെയ്തിട്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചിട്ട് നമുക്ക് ജീവിക്കുവാൻ സാധിക്കുമായിരിക്കും. പക്ഷേ അതുകൊണ്ട് നമുക്ക് നഷ്ടപ്പെടുന്നത് വലിയൊരു വില പിടിച്ച അല്ലെങ്കിൽ മൂല്യവത്തായിട്ടുള്ളൊരു ജീവിതമായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഒരു സ്ട്രോങ് നോ പറയാനുള്ള സ്കില്ല് ഇല്ലാത്തവർ അത് ഡെവലപ്പ് ചെയ്തെടുക്കുക, തീർച്ചയായിട്ടും സാധിക്കും. ആദ്യമൊക്കെ കുറേ ഗ്രാവിറ്റേഷൻ പുള്ളുണ്ടായിരിക്കും നമ്മളെ പുറമോട്ട് പിടിച്ച് വലിക്കുന്നത്. പക്ഷേ നമ്മളത് വളരെ ഗ്രാജുവലായിട്ട് നമ്മളത് ശീലിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ തീരുമാനിക്കുക നമുക്ക് വേണ്ടത് എന്താണ്, വേണ്ടാത്തത് എന്താണ്. ഏത് കാര്യത്തെക്കുറിച്ചായാലും നമ്മുടെ ജീവിതത്തെ വന്ന് അഭിമുഖീകരിക്കുന്ന ഏതവസ്ഥയും വ്യക്തികളിൽ നമുക്ക് പ്രയോജനമുണ്ടോ, നമുക്ക് പ്രയോജനമില്ലയോ. പ്രയോജനം ഞാൻ പറയുന്നത് മോണിറ്ററി ബെനിഫിറ്റ് മാത്രമല്ല, പൈസ ലാഭം അത് മാത്രമല്ല, നമുക്കല്ലാതെ തന്നെ ഇപ്പോൾ ഒരിടത്തേക്ക് പോയി കഴിഞ്ഞാൽ ഓരോ വ്യക്തിയുമായിട്ട് നമ്മൾ സഹകരിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ മൂല്യത്തെ ഉയർത്തുന്നതായിരിക്കുമോ, നമ്മുടെ ക്യാരക്ടറിന് എന്തെങ്കിലും പ്രയോജനമുള്ളതായിരിക്കുമോ, അല്ലെങ്കിൽ നമ്മുടെ അറിവിനെ വർദ്ധിപ്പിക്കുന്നതായിരിക്കുമോ എന്നൊക്കെയുള്ള തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അതല്ലെങ്കിൽ തീർച്ചയായിട്ടും അതിനോട് ഗുഡ് ബൈ പറയുക, അതിനോട് നോ പറയുക, അതിനെ ഒഴിച്ചു മാറ്റി നിർത്തി നമ്മൾ ഒരു എന്താണ് പറയുന്നത് ജെനുവിനായിട്ടുള്ള ഒതൻറ്റിക്കായിട്ടുള്ള പാതയിൽ കൂടി നമ്മൾ മുമ്പോട്ട് പോവുക. അപ്പോൾ അതിന് നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ളൊരു നോ പറഞ്ഞ് ശീലിക്കുക, നമ്മളെ പരിശീലിപ്പിക്കുക, അത് പ്രാക്ടിക്കലാക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. നമ്മളുടെ ലൈഫിൻ്റെ പീസ്, അതുപോലെ ക്വാളിറ്റി, അതുപോലെ സക്സസ്, ഈ മൂന്ന് കാര്യങ്ങളെ എൻഷുർ ചെയ്യാൻ അത് സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹാവ് എ വണ്ടർഫുൾ ഡേ.